ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആലുവ ക്ഷേത്രത്തിൽ പോയ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടാണ് ഇത്. അതുപോലെ തന്നെ ഈ പാർട്ടായിട്ട് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാഴ്ചകളായിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലെങ്തായി പോയത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേശവനാണെങ്കിൽ അവിടുത്തെ എല്ലാ റൈഡിലും കയറണമെന്ന് മാറി മാറി കയറണം എന്നുള്ള ഭ്രാന്തായിരുന്നു. അവൻ ആദ്യം ഒരു റൈഡിൽ കയറ്റി, അത് കഴിഞ്ഞ് പിന്നെയും വേറൊരു റൈഡിൻ്റെ അവിടെ പോയി നിന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് കംപ്ലൈൻ്റ് പറഞ്ഞു. അവനൊരുവിധം ഒരു റൈഡിലും കൂടെ അവനെ കയറ്റിയിട്ട് ഒരുവിധം ഞങ്ങൾ അവനെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അവനാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ഒട്ടകത്തിനെ കണ്ട പിന്നെ അതിനെ തൊടണം, അതിൻ്റെ പുറത്ത് കയറണം, പുറത്ത് കയറണം പറഞ്ഞ് തൊടണമെന്ന് പറഞ്ഞു. പിന്നെ കേശവന് സംഭവങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളൊന്നും വേണമെന്നില്ല. അവന് മെയിനായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ആകെ വേണമെന്ന് പറയുന്നത് പോപ്കോൺ ആണ്. പക്ഷെ ഇന്ന് അവന് ഐസ്ക്രീം ആയിരുന്നു. അപ്പം എന്തെങ്കിലും ഒന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോയി സോപ്പ് ഇട്ടിട്ട് ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കണ്ടത് കസേര ക്യൂ ആയിട്ട് ഈ സമ്മേളനത്തിനൊക്കെ ഇരിക്കത്തില്ല, അതുപോലെ കസേര ഇട്ടിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയയാണ് കണ്ടത്. പിന്നെ കേശുവിനെക്കാട്ടി പാടാണ് എന്നെയും കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് തോന്നും. അതുപോലെ വാങ്ങിച്ചൊരു കാര്യമാണ് ഈ ഒരു സംഭവം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാനായിട്ട് കേശു ചേട്ടനെ സോപ്പിട്ട് ഞാൻ കേശുവിനെ പോലെ തന്നെ അങ്ങനെ ചേട്ടൻ ആദ്യം വേണ്ടാത് പറഞ്ഞു, പിന്നെ വാങ്ങിച്ചു തന്നു. പിന്നെ അതും കൊണ്ടുള്ള നടത്തുമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കേശുവിനെ ഇവിടെ ഒന്ന് ഇറങ്ങി കാലൊന്നും നനച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല.
അവനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു, അല്ലാതെ അവിടെ നിന്ന് മാറുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു കിട്ടാനായിട്ട് പാടാണ്. അപ്പം നമ്മളിപ്പം വണ്ടിയെടുത്ത് വീട്ടിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. എന്തെങ്കിലും രാത്രി ഇത്രയും സമയമായില്ലേ, ഫുഡ് കഴിക്കണം. ചേട്ടനിന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രി എന്തെങ്കിലും, ഇവിടെ ആലുവ ഏരിയയിൽ ഒരുപാട് നല്ല അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു ബ്ലോഗ് ഇട്ടായിരുന്നു, ആലുവയിലൊരു ഷോപ്പിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ കുറച്ച് നാളായിട്ട് അതൊരു വർക്ക് നടക്കുന്നുണ്ട്, അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഓൺലൈൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ഓപ്പൺ ആണെന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷെ എന്തോ ഒരു വ്യത്യാസം തോന്നി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ പോയി അവിടെ ഇരുന്നിട്ട് മെനു കാർഡൊക്കെ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് തോന്നിയത്. അപ്പം പേരും അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഷോപ്പിൻ്റെ. അപ്പം നമ്മൾ ഹബീബി എന്നായിരുന്നു ഷോപ്പിൻ്റെ പേര് നേരത്തെ. അപ്പം നല്ല അടിപൊളി ഫുഡ് ഒക്കെ, നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് വ്ലോഗും ചെയ്തിട്ടുണ്ട്. അപ്പം പേര് നമ്മൾ ആദ്യമൊന്നും നോട്ട് ചെയ്തില്ല. പിന്നെ നമ്മളെടുത്ത് രണ്ടാമത് മെനു കാർഡും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും വേറൊരു രീതി. അപ്പം നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഹബീബി അതൊന്ന് മാറി, ഇപ്പോൾ ഇവരിങ്ങനെ വേറെ ഒരു സംഭവം ഉള്ള ഷോപ്പാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഓൺ ദ സ്പോട്ട് അവിടെ പോയി. അങ്ങനെ നമ്മൾ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോകാം. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, പാതിരാക്കോഴി എന്ന് പറയുന്ന ഒരു ഫുഡ് സ്പോട്ട്. അപ്പോൾ അവിടെ വന്നു, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോകും. അതിന് മുമ്പ് ഫുഡ് വരുന്നതിന് മുമ്പുള്ള കേശുവിൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. അവനെല്ലാവരും ശ്രദ്ധിക്കണം. ആൾക്കാരൊക്കെ ഒന്ന് കളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നിയന്ത്രണം വിട്ടുപോകും. അതുപോലെ അലമ്പായിരിക്കും കേശുട്ടൻ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഹെൽമെറ്റ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഞാനത് ഇടയ്ക്ക് കണ്ടത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ വേണമായിരുന്നു ഇതുപോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇടാനെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് പാതിരാക്കോഴി എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അൽഫാമും ക്വാർട്ടറും പിന്നെ ബീഫ് റിബ് മന്തി അതും കൂടെ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫ് അടിപൊളി എന്ന് പറഞ്ഞാൽ അത് ആ ചൂടോടെ കഴിക്കണം. പാഴ്സലൊന്നും ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയ്ക്ക് പാഴ്സൽ ചെയ്തിട്ട് കൊള്ളില്ലായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് കേശുട്ടിന് ഷവർമ വേണമെന്ന് പറഞ്ഞു. ഷവർമ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് അവനങ്ങനെ കഴിക്കാറില്ല. ആ ഒരു പുറത്ത് നമ്മുടെ റുമാലി റൊട്ടി ഉണ്ടല്ലോ, അതാണ് അവന് വേണ്ടത്. അത് ആണ് അവൻ മെയിനായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് ഷവർമ വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ എന്തെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കി വരും, അത് നമ്മൾ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ആഹാരം എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. കാരണം അവൻ എന്തായാലും ബാക്കി വെക്കുമ്പോൾ അതെനിക്ക് കഴിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് തീർന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.